രേവതിക്കറിയോ, സ്റ്റിൽ ബാച്ചലർ. അന്ന് സംഭവിച്ചതൊക്കെ മനഃപൂർവ്വമല്ലായിരുന്നു. വേണ്ടായിരുന്നെന്ന് പിന്നെ തോന്നി. നേരിട്ട് കണ്ടൊന്ന് ക്ഷമ ചോദിക്കാൻ പോലും പിന്നൊരവസരം ഉണ്ടായില്ല. വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സമ്പന്നനായ പിതാവിന്റെ തെമ്മാടിയായ മകന് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല, വേദനയുമില്ല. അസൂയ, അസൂയ, എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഭർത്താവിനോടൊത്ത് നീ സുഖമായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള അസൂയ. ഒരു പുരുഷന് നേടാവുന്ന എല്ലാ ഭാഗ്യങ്ങളും നീ കാരണം എനിക്ക് നഷ്ടമായി. അതുപോലെ നിനക്കും പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടണം. എന്നെപ്പോലെ നീയും ഒറ്റപ്പെടണം. അല്ലാതെ ഞാൻ വിടില്ല. എല്ലാ അർത്ഥത്തിലും നീ എനിക്ക് വിധേയായിട്ടുണ്ടെന്ന് നിന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ആ ചിത്രങ്ങൾ വേണം. പക്ഷേ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നല്ലവനായ ഭർത്താവ് ഒരുപക്ഷെ ക്ഷമിച്ചാലോ? അതുപോലെ എനിക്ക് ഒരു സ്ത്രീ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് നിനക്ക് നഷ്ടപ്പെടണം. അത് നിന്റെ ഭർത്താവ് അറിയണം. അങ്ങനെ നീയും എന്നെ പോലെ ഒറ്റപ്പെടും. എന്നിട്ടും ക്ഷമിക്കുന്ന ഭർത്താവാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല.